അയ്യപ്പ സംഗമത്തിൽ പക്ഷേ സഹകരിക്കേണ്ടതില്ല എന്നാണ് UDFിലെ ഭൂരിപക്ഷ അഭിപ്രായം. അന്തിമ തീരുമാനം പക്ഷേ ഇന്നാണ് പ്രഖ്യാപിക്കുക. ഇന്നലെ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞത്. അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷം ഇന്ന് ഒരുപക്ഷേ UDF കൺവീനറോ പ്രതിപക്ഷ നേതാവോ ഒക്കെ ആ വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. സർക്കാർ നീക്കം രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് എന്നാണ് UDFിന്റെ വിലയിരുത്തൽ. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സ്റ്റെഫിൻ, അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് UDFിന്റെ ഒരു പൊതുവികാരം. വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ മറിച്ചൊരു തീരുമാനമുണ്ടാകുമോ? എപ്പോഴായിരിക്കും വാർത്താ സമ്മേളനമോ ഔദ്യോഗികമായോ അറിയിപ്പോ ഉണ്ടാവുക? മധു, ഏതായാലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഈ അയ്യപ്പ സംഗമത്തിന് പിന്നിൽ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ UDFിന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അത് CPMന്റെ അത്തരത്തിലുള്ള ഒരു സമീപനം തുറന്നു കാട്ടുക എന്നത് തന്നെയാണ് UDF നീക്കമിടുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ UDF കൺവീനറും വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിൽ കോൺഗ്രസിന്റെയും UDFിന്റെയും പ്രഖ്യാപനം എന്താണ്, നിലപാട് പ്രഖ്യാപനം അതിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഈ അയ്യപ്പ സംഗമത്തോട് യോജിക്കേണ്ടതില്ല അല്ലെങ്കിൽ സഹകരിക്കേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇന്നലെ ചേർന്ന UDF യോഗം എത്തി നിൽക്കുന്നത്. കാരണം എന്നാൽ കൂടുതൽ വലിയ പ്രതികരണങ്ങളിലേക്ക് പോയി കുഴപ്പത്തിലാകാനും UDF നേതൃത്വം ഏതായാലും താല്പര്യപ്പെടുന്നില്ല. കാരണം പലവട്ടം തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി വലിയ തിരിച്ചടികൾ ഉണ്ടാക്കിയ പ്രശ്നം തന്നെയാണ് ഈ ശബരിമലയിലെ യുവതി പ്രവേശനവുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച കാര്യത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും UDFിന്റെയും ഒരു നയം. പ്രത്യേകിച്ചും NSSും SNDPയും ഇത്തരത്തിൽ അയ്യപ്പ സംഗമത്തിനോട് സഹകരിക്കുന്ന പശ്ചാത്തലത്തിൽ. AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്.